ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്ക് ആയിട്ടും അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാനായാലും സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. എഗ്ഗ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. എഗ് കട്ട്ലേറ്റ് അല്ലെങ്കിൽ മുട്ട കട്ട്ലേറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി നുറുക്കിയത്, 7-8 വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, 4 പച്ചമുളക് ചെറുതായി നുറുക്കിയത് ഇത്രയും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 2 ചെറിയ സവാള ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മൂപ്പിച്ചെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ പൊടികൾ മൂത്ത് വന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുന്നത്. 3 മീഡിയം വലുപ്പത്തിലുള്ള മുട്ട പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്തതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൈവച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയും മുട്ട പുഴുങ്ങിയതും നന്നായിട്ട് യോജിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ ഉണ്ണിയുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ടത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ഈ ഒരു മിക്സ് ലൂസായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് ക്രംസ് അതിലേക്കിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ള കട്ട്ലേറ്റ് ബ്രെഡ് ക്രംസിൽ ആദ്യം തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആവുന്ന വിധത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ കോട്ട് ചെയ്തെടുത്തിട്ടുള്ള കട്ട്ലേറ്റ് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി പിന്നെ ഈ ഒരു മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം വീണ്ടും ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു മുട്ട കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുന്ന നേരത്ത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കണം. എഗ്ഗിൽ നല്ലതുപോലെ കോട്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു കട്ട്ലേറ്റ് ഇതവിടെ ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കട്ട്ലേറ്റ് ഞാൻ പിന്നീടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ 4 എണ്ണമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വീഡിയോയിൽ. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലേറ്റ് ഓരോന്നും പതിയെ ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പുറമേ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് 2 സൈഡ് നന്നായി ഒന്ന് കളറാക്കി എടുത്താൽ മതി. കണ്ടില്ലേ, നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി. ഇത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. വെറുതെ കഴിക്കാനായാലും സോസിൻ്റെ കൂടെ കഴിക്കാനായാലും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കട്ട്ലേറ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.